അസ്സലാമു അലൈക്കും. ഒരുപാട് ദിവസമായിട്ട് ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഫോണിലത്തെ ഗാലറി ഇതുപോലെ നിറഞ്ഞ് ഫുള്ളായി ഞാൻ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ എന്തിനാ വെറുതെ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് എന്തിനാ ഡിലീറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് പിന്നെ വീഡിയോസൊക്കെ എല്ലാം ഇൻഷോട്ടിലിട്ട് പിന്നെ തുന്നി ഒരു വീഡിയോ ഇങ്ങനെ ഒപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ ആ കൈയോടെ തന്നെ ഞാനങ്ങ് വോയിസും കൊടുത്തങ്ങ് അപ്ലോഡ് ചെയ്ത് ആ പരിപാടിയും കഴിയുമല്ലോ. വീഡിയോ അപ്ലോഡ് ആവും, പിന്നെ എൻ്റെ ഫോൺ ഗാലറിയും ഒന്ന് ക്ലിയർ ആവും. ഇത് ഒരുപാട് നാൾ മുന്നേ എടുത്ത വീഡിയോ ആണ്. ആക്ച്വലി ഐഷു ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ രാവിലെ അവൾക്ക് ഉറങ്ങണ്ടെങ്കിലും ഉറങ്ങി എണീക്കാനൊക്കെ ഭയങ്കര പാടാണ് രാവിലെ ഭക്ഷണം കഴിക്കാൻ. ഇപ്പോഴത്തെ എൻ്റെ ഒരു റുട്ടീനെ ഭയങ്കരമായിട്ടും എനിക്ക് അറിഞ്ഞൂടെ ഞാൻ എങ്ങനെയാണ് രാവിലെ എണീക്കുന്നതെന്നും കിടക്കുന്നതെന്നും ഒരു ഐഡിയ ഇല്ല. ഉറക്കമേ ഇല്ല. ഉറങ്ങാനുള്ള ഒരു ടൈം പോലും എനിക്ക് ഓർമ്മയില്ല. രാവിലെ ഇതുപോലെയാണ് എപ്പോഴും ഒരു ഉറക്കം എണീക്കാനുള്ള ബഹളവും എല്ലാവരും ഒരുമിച്ചാണല്ലോ എണീക്കുന്നത്. ഐഷു പിന്നെ ഇന്ന് ഈ ദിവസം അവൾ എങ്ങനെയൊക്കെ എണീറ്റതാണ്. അല്ലെങ്കിൽ അവൾ എണീക്കാനൊക്കെ ഭയങ്കര പാടാണ്. അവൾ ആക്ച്വലി എണീറ്റിട്ടുണ്ടാവും, സ്കൂളിൽ പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഭയങ്കര അഭിനയവും കരച്ചിലും ബഹളവും, ആഹാരം കഴിക്കാണ്ടിരിക്കുക, ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങാതിരിക്കുക എന്നുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട് അവൾക്ക്. അപ്പോൾ കണ്ടില്ലേ, എൻ്റെ കട്ടിലൊക്കെ നമ്മുടെ പിള്ളേരുടെ കട്ടിലൊക്കെ അടിച്ച് പൊളിക്കുവാണ്. ഇതൊക്കെ സ്ഥിരമാണ് ഇവിടെ. എപ്പോഴാണ് ഇതൊക്കെ ഒടിഞ്ഞു പൊടിഞ്ഞ് വീഴുന്നതെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ പുറത്ത് രാവിലത്തെ ഈ തുണി അലക്കലും തുണി വിരിക്കലും ഒക്കെ ആയിട്ട് പുറത്ത് നിന്നപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കാന്നുള്ള പേരിൽ പുറത്തോട്ട് വന്ന് നിൽക്കുകയാണ്. അവൾക്ക് ചെടിയുടെ അടുത്തുള്ളൊരു ഇഷ്ടം കൊണ്ടൊന്നുമല്ല, എങ്ങനെയെങ്കിലും സമയം കഴിഞ്ഞ് സ്കൂളിൽ പോകാണ്ടിരിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള അവളുടെ അടവുകളാണ് ഇതൊക്കെ. എന്തൊക്കെയായിരുന്നാലും ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാണ്. എപ്പോഴും നമ്മുടെ കൂടെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുള്ളത് നല്ലത് തന്നെയാണല്ലോ. അപ്പോൾ എൻ്റെ ആദമു പോയാലും ഇങ്ങനെയൊക്കെ തന്നെ. ഞാൻ പിന്നെ ഈ തുടയ്ക്കുമ്പോഴും തൂക്കുമ്പോഴും ഒക്കെ എൻ്റെ കൂടെ വന്ന് നിൽക്കും. വെറുതെ മോപ്പൊക്കെ ഇട്ട്, വെറുതെ അവന് അറിയില്ല എങ്കിലും ഈ ബ്രഷൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ മാറ്റാനൊക്കെ ശ്രമിക്കും. അവന് അറിഞ്ഞുകൂടാ, രണ്ടുപേർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ചെയ്യുന്നത് കണ്ടാണെന്ന് തോന്നുന്നു പിള്ളേരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അനുകരിക്കാറുണ്ട്. വെറുതെ കളിക്കാനായിരിക്കും, എന്നാലും കാണുമ്പോൾ ഒരു സമാധാനം. വലുതാകുമ്പോഴത്തേനും ഇങ്ങനെ ഹെൽപ്പ് ചെയ്തൊക്കെ തരണേന്നൊക്കെ ഞാൻ പറയും. അപ്പോൾ വിശേഷം ഒരുപാടായി, കഥകൾ ഒരുപാടായി. കാരണം ആദ്യത്തെ ഈ വീഡിയോസിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ സംസാരിച്ച് പോകണമല്ലോ, അതുകൊണ്ട് വെറുതെ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസാണ്. ആക്ച്വലി ഇതൊരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ്, തട്ടിക്കൂട്ടല്ല പക്ഷെ അങ്ങ് സെറ്റ് ആവാത്തൊരു ഫ്രൈഡ് റൈസാണ്. എന്താ സെറ്റാവുന്നതെന്ന് വെച്ചാൽ മസാല അല്ല, സോസ് ഇച്ചിരി കൂടിപ്പോയി, പിന്നെന്താ റൈസ് ഓവർ കുക്കായിപ്പോയി എന്നുള്ള കുറേ പരിപാടികൾ കാരണം അന്ന് സെറ്റാവാത്തൊരു ഫ്രൈഡ് റൈസ് ആയിപ്പോയി ഇത്. അപ്പോൾ പക്ഷേ സാരമില്ല, കഴിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബസ്മതി റൈസാണ്, അറിയാമല്ലോ. 1 കപ്പിന് 4 കപ്പ് വെള്ളം എന്നുള്ളൊരു കണക്കാണ് നമ്മുടെ ബസ്മതി റൈസിന് എടുക്കാറുള്ളത് ഞാൻ. അപ്പോൾ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. എൻ്റേത് ഓൾറെഡി കുഴഞ്ഞു, എൻ്റേത് ഓവർകുക്ക് ആയതുകൊണ്ടാണ്, അളവൊക്കെ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെക്കുക ഒരു അരമണിക്കൂർ ബസ്മതി റൈസ് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി. ടൈമിൽ നമുക്ക് വേണ്ടുന്ന വെജസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കുഞ്ഞായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തൊന്ന് നുറുക്കി വെക്കണേ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളതൊരു 3-4 ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം എല്ലാം പകുതി റെഡ് പകുതി എടുത്തിട്ടുണ്ട്, യെല്ലോ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, പിന്നെ ക്യാബേജ് അതെടുക്കാൻ കേട്ടോ, എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് എടുക്കാത്തതാണ്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്, അതില്ലാണ്ട് ആ ഒരു ഫ്ലേവർ കിട്ടൂല. അതിൻ്റെ ബൾബ് അതായത് ഗ്രീൻ പാർട്ടും വൈറ്റ് പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് വെളുത്തുള്ളി വേണം, അതും ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കുക. പിന്നെ വേണ്ടത് ഒരു 3-4 മുട്ടയാണ്. അത് സ്ക്രാമ്പിൾ ചെയ്ത് ഉപ്പും കുരുമുളകും വെച്ചിട്ട് എടുക്കേണ്ടതാണത്. അത് ഒരു സൈഡിൽ മാറ്റി വയ്ക്കുക. പിന്നെ റൈസ് കുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞൊരു അളവിൽ നമുക്ക് വെള്ളം എടുക്കുക. അതിനുശേഷം അതിൽ റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും, ഞാൻ സൺഫ്ലവർ ഓയിൽ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഉപ്പ്, അതും കൂടി ഇട്ട് നല്ല രീതിയിൽ തിള വന്നതിന് ശേഷം നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ റൈസ് എടുത്തിട്ട് കൊടുക്കണം. നല്ല രീതിയിൽ കുക്കാക്കി എടുക്കുക. നല്ല രീതിയിലല്ല, ഒരു 80% കുക്കാവേണ്ട ആവശ്യമുള്ളൂ നമ്മുടെ ബസ്മതി റൈസ്. എൻ്റേത് പക്ഷേ ഞാൻ പറഞ്ഞില്ല, കുറച്ചുകൂടി ഇത് കൂടിപ്പോയി, നന്നായിട്ട് കുക്കായിപ്പോയി. അപ്പോൾ നമ്മൾ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുവാണ്. നമ്മൾ റൈസ് ഒരു സ്ട്രെയിനറിലിട്ട് മാറ്റി വെള്ളം മൊത്തത്തിൽ കളഞ്ഞിട്ടാണ് നമ്മൾ രണ്ടാമത് നമ്മുടെ ഈ മസാലക്കൂട്ടിൽ
നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ സ്ട്രെയിനറിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്തിന് ഞാൻ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുത്തു. അതേ എണ്ണയിൽ തന്നെ ഞാൻ ഇച്ചിരി വെളുത്തുള്ളിയും വൈറ്റ് പാർട്ട് നമ്മൾ സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പാർട്ടും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ഹൈ ഫ്ലെയിമിലിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജീസൊക്കെ വന്നിട്ട് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തെടുക്കുക. അത് കൈ എടുക്കാണ്ട് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സാണ് ഇനി അങ്ങോട്ടുള്ളത്. പിന്നെ അത് ഒരുവിധം ഒന്ന് വാടി വരുമ്പോൾ നമ്മുടെ എഗ്ഗ് ഇട്ട് സ്ക്രാമ്പിൾ ചെയ്ത് എഗ്ഗ് ഇട്ട് കൊടുക്കണം. പിന്നെ വീണ്ടും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് സോയാ സോസ് 2 ടീസ്പൂൺ, പിന്നെ ചില്ലി സോസും 2 ടീസ്പൂൺ, പിന്നെ ഒരു പിഞ്ച് ഓഫ് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ആ ഒരു വെജിറ്റബിളിൻ്റെ മിക്സ് ഇല്ല അതിൽ ഈ ഒരു സോസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നല്ല രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഊറ്റിക്കളഞ്ഞ് റൈസ് ഉണ്ടല്ലോ അതെടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്ത് മിക്സ് ചെയ്യരുത്. അപ്പോൾ ഇതൊക്കെ അങ്ങ് ഇത് ഉടഞ്ഞു പോവും. ഈ ചോറൊക്കെ നല്ല രീതിയിൽ മിക്സായി പോവും, പൊട്ടിപ്പോവും, ഇങ്ങനെ കുഴഞ്ഞു പോവും. അങ്ങനെ ചെയ്യരുത്. പയ്യെ മിക്സ് ചെയ്യുക. എൻ്റെ രാവിലത്തെ ആ ഒരു യുദ്ധത്തിൽ ഞാൻ പിന്നെ എല്ലാം ഹറിബറിയായിട്ട് ചെയ്തതുകൊണ്ട് ഫ്രൈഡ് റൈസും അതേപോലെ ആയി പോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ മക്കൾക്ക് കുഴപ്പമില്ല, അവർ കഴിച്ചു, കുഴപ്പമൊന്നുമില്ല. കാരണം കുക്കായതുകൊണ്ട് തീരെ കുക്കാവാണ്ടിരിക്കുമ്പോഴാണ് അവർ കഴിക്കാതിരിക്കുള്ളൂ. അവർ കുക്കാകുമ്പോഴത്തേനും നമുക്ക് ഇഷ്ടപ്പെടില്ലെങ്കിലും മക്കൾക്ക് കുഴപ്പമില്ല. അത് കുക്കായാലും മക്കൾക്ക് കുഴപ്പമില്ല. അപ്പോൾ രാവിലത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ കൊണ്ടുപോയിട്ട് അതേ സ്പീഡിൽ തന്നെ അവിടുന്ന് സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ച് പറഞ്ഞു, ഐഷു ഭയങ്കര കരച്ചിലാണ്, ബഹളമാണെന്ന് പറഞ്ഞിട്ട്. അവനെ ഉച്ചയ്ക്ക് ഞാൻ പോയി വിളിച്ചതിന് വന്നതിന് ശേഷം അവളുടെ ഡാൻസും സ്വിച്ച് ഇട്ടതുപോലെയാണ് ആൾ മാറിയത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.